അല്ലാഹു 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 നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. സമുദ്രം മഹാത്ഭുതങ്ങളുടെ കലവറയാണ്. ദൈവികമായ ദൃഷ്ടാന്തങ്ങളുടെ ഒരു സമുച്ചയമാണ് സമുദ്രം. നാം വസിക്കുന്ന കരയിലുള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ജീവികൾ സമുദ്രത്തിലുണ്ട് എന്നതാണ് നഗ്നയാഥാർത്ഥ്യം. കരയിലുള്ള ജീവികളുടെ തനിപ്പകർപ്പുകൾ കടലിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. കടലാന, കടൽ കുതിര, കടൽ നായ, കടൽ പന്നികൾ എന്നിങ്ങനെ തുടങ്ങുന്നു കരയിലെ ജീവികളുടെ പ്രതിരൂപങ്ങൾ കടലിൽ. ഇതുപോലെ കടലിലെ മറ്റൊരു അത്ഭുത ജീവിയാണ് കടൽ കോഴി. ഹെഡ്ലെസ് ചിക്കൻ, തലയില്ലാത്ത കോഴി എന്നാണ് ശാസ്ത്രം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അറബി ഭാഷയിൽ ഖിയാറുൽ ബഹരി ഷിഫാഫ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ജീവി മത്സ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ജീവിയല്ല, ഒരു പ്രത്യേകതരം അത്ഭുത ജീവിയാണ്. ഇത് സഞ്ചരിക്കുമ്പോൾ പറക്കുന്ന കോഴിയെ പോലെ രൂപസാദൃശ്യമുണ്ടാകും. അതുകൊണ്ടാണ് ശാസ്ത്രം അതിനെ പറക്കുന്ന കോഴിയെന്ന് വിശേഷിപ്പിച്ചത്, തലയില്ലാത്ത കോഴിയെന്ന് വിശേഷിപ്പിച്ചത്. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കാണുന്ന ഈ ജീവിയെ നാം കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ വെള്ളത്തിൽ കോഴി കിടന്നുറങ്ങുന്നത് പോലെയാണ് അനുഭവപ്പെടുകയുള്ളൂ. ഈ ജീവിയെ അറബി ഭാഷയിൽ ഖിയാറുൽ ബഹരി ഷിഫാഫ്, നേർത്തത് എന്ന അർത്ഥമുള്ള ഈ ഒരു പേര് ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് പണ്ഡിതർ വ്യക്തമാക്കുന്നു. വഹുവ ഷിഫാഫുൻ ലിദറജത്തിൻ ബിമഖ്ദൂരിൽ ഇൻസാനി റുഅയത്തിൽ അംആഇ ദാഖിലിയ. ആ ജീവിയുടെ അന്തർഭാഗങ്ങൾ, അതിന്റെ കുടലും മറ്റ് അവയവങ്ങളും വെളിയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്നതാണ്. അത്രയും നേർത്ത ശരീരമാണ്, അത്രയും നേർത്ത സ്കിന്നാണ് അതിനുള്ളത്. അതുകൊണ്ടാണ് അറബി ഭാഷയിൽ ഷിഫാഫ് എന്ന പേര് അതിന് ലഭിച്ചത്. സമുദ്രത്തിലെ ഈ ജീവികൾ എത്ര അത്ഭുതമാണ്! മനുഷ്യൻ ഇവകളെ കണ്ടെത്തിയിട്ട് പോലും റബ്ബിനെ മനസ്സിലാക്കാതെ പോകുന്നു. ഇവയെല്ലാം സ്വയംഭൂവായി ഉണ്ടായതാണെന്ന് നിരീക്ഷണവാദികൾ വാദിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ള ചെറിയ പാത്രങ്ങൾ മുതൽ വലിയ ഫർണിച്ചർ വസ്തുക്കൾ വരെ വിവിധ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ്. ആ കമ്പനികളാണ് അത് നിർമ്മിച്ചത് എന്നും അത് വീട്ടിൽ തനിയെ വന്നതല്ല എന്നും നമുക്ക് ഉറപ്പുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഈ കാണുന്ന അണ്ഡകടാഹങ്ങൾ, സമുദ്രം, അതിലെ കോടാനുകോടി അത്ഭുത ജീവികൾ, ഇവയെല്ലാം തനിയെ ഉണ്ടായതാണെന്ന് വാദിക്കുന്നത് എത്ര യുക്തിരഹിതവും വിഡ്ഢിത്തരവുമാണ്. ഈ ഭൂമി, ഈ കര, ഈ സമുദ്രം, അതിലെ മുഴുവൻ ജീവജാലങ്ങൾ പടച്ച റബ്ബിന്റെ മേൽ വിളിച്ചോതുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളാണ്. അല്ലാഹു തആല ഈ ജീവജാലങ്ങളിലൂടെ അവന്റെ ഖുദ്റത്തും മഹത്വവും അളമത്തും കിബിരിയാവും അവന്റെ പ്രതാപവും വളർമയും മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവന് അർഹിക്കുന്ന രൂപത്തിൽ ആരാധനകൾ അർപ്പിക്കാനും അവനെ വാഴ്ത്താനും പുകഴ്ത്താനും നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നസീബാക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു